മാതാപിതാക്കളോട് എനിക്ക് പ്രഥമമായും പ്രധാനമായും പറയാനുള്ള അതാണ്. കുട്ടികൾക്ക് കൊടുക്കുന്ന ഭക്ഷണം കഴിവിന്റെ പരമാവധി ഹലാലാക്കി മാറ്റണം. നിസ്കാരവും നോമ്പും കാര്യങ്ങളും മാത്രം ഉണ്ടായിട്ട് നമ്മളെ മക്കളൊക്കെ ഇങ്ങോട്ട് റെഡിയാകും എന്ന് ചിന്തിക്കരുത്. കൊടുക്കുന്നത് അത്രയും പരിശുദ്ധിയാകണം. പരിശുദ്ധിയാർന്നതല്ലെങ്കിൽ പിന്നെ വരുന്ന പരമ്പര അടക്കം ദുഷിച്ചു പോകും, മോശമായി പോകും, കേടുവന്നു പോകും. അതുകൊണ്ടാണ് ആ പ്രധാനപ്പെട്ട കേടുവരുന്നത്. രണ്ട് സാധനങ്ങൾ പരീക്ഷണങ്ങളായി അല്ലാഹു തആല പഠിപ്പിച്ചപ്പോ എണ്ണി പറഞ്ഞ രണ്ടെണ്ണം, ഇന്നമാ അംവാലുക്കും ഔലാദുക്കും ഫിത്ന. പരീക്ഷണത്തിന്, രണ്ടും പരീക്ഷണത്തിൽ നിന്നാണ് ജയിച്ചു കയറണം. ജയിച്ചു കയറണം. സന്താനങ്ങളും പരീക്ഷണത്തിന് തന്നതാണ്, സമ്പത്തും പരീക്ഷണത്തിന് തന്നതാണ്. കുറെ സന്താനങ്ങൾ എന്നുള്ളത് അംഗീകാരത്തിന്റെ ഒരു തെളിവായിട്ട് ആകണമെങ്കിൽ അതിന്റെ ഫലം ശരിയായ രൂപത്തിൽ അവരെ സ്വലാഹിയത്തൊക്കെ അനുഭവിക്കുന്ന ആൾക്ക് ആശ്വസിക്കാൻ പറ്റും. അവരുടെ ജീവിതത്തിലുള്ള സ്വലാഹിയത്ത്, ദീനിയും ദുന്യവിയുമായ കാര്യങ്ങളിലുള്ള നന്മകളൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾക്ക്, കാണുന്ന ആളുകൾക്ക് സന്തോഷിക്കാൻ പറ്റും. അതേ സമയത്ത് എണ്ണം പറഞ്ഞിട്ട് കുറെ എണ്ണം ഉണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രമൊന്നും അതൊരു ഭാഗ്യമായി കണക്കൂട്ടാനില്ല. അതുകൊണ്ടല്ലേ പരിശുദ്ധ ഖുർആൻ അത് അങ്ങനെ തന്നെ പറഞ്ഞത്, അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തിദ് ദുനിയാ വൽ ബാഖിയാത്തു സ്വാലിഹാത്തു ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ വ ഖൈറുൻ അമലാ. മക്കൾ ഉണ്ടായി എന്ന് കരുതിയിട്ട് വിജയിച്ചു എന്ന് വിചാരിക്കരുത്. സമ്പത്ത് ഉണ്ടായി എന്ന് കരുതിയിട്ട് വിജയിച്ചു എന്ന് വിചാരിക്കരുത്. പിന്നെ എന്ത് വേണം? വൽ ബാഖിയാത്തു സ്വാലിഹാത്ത്, നിലനിൽക്കുന്ന സുഹൃതങ്ങളായി മാറണം അപ്പറഞ്ഞ സമ്പത്തും സന്താനങ്ങളും ഒക്കെ. ഒരു തഫ്സീർ അനുസരിച്ച് അങ്ങനെയാണ്. വൽ ബാഖിയാത്തു സ്വാലിഹാത്തു എന്നതിന് ബഹുമാനപ്പെട്ട ജലാലുദ്ദീൻ മഹല്ലി റഹ്മത്തുള്ളാഹി അലൈഹി നൽകിയ തഫ്സീർ, അതൊരു പ്രത്യേക തരം ദിക്റായിട്ടാണ് മഹാനവറുകൾ പഠിപ്പിച്ചത്. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലി. ഒരു തഫ്സീർ അങ്ങനെയാണ്. അതേ സമയത്ത് വൽ ബാഖിയാത്തു സ്വാലിഹാത്തു എന്ന് പറയുന്നത് നേരത്തെ അപ്പറഞ്ഞ തന്നെ തരം മാറി വരലാണ്. ഏതാണ് അപ്പറഞ്ഞത്? സമ്പത്തും സന്താനങ്ങളും അത് നിലനിൽക്കുന്ന സുഹൃതങ്ങളായി വരിക. അതാണ് ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ, അത് പ്രതീക്ഷിക്കാൻ പറ്റും. വ ഖൈറുൻ അമലാ, റബ്ബിന്റെ അടുക്കൽ നല്ലോണം പ്രതീക്ഷിക്കാനും പറ്റും, നല്ലവണ്ണം ആഗ്രഹിക്കാനും പറ്റും. രണ്ടും അങ്ങനെയായി വരും, അല്ലെങ്കിൽ കുടുങ്ങിയത് തന്നെ. അപ്പോ ഉപ്പമാരോട് ഉമ്മമാരോട് പ്രധാനമായും എനിക്ക് ഉപദേശിക്കാനുള്ളൊരു ഉപദേശം, സമ്പാദ്യം മുതൽ നന്നാക്കണം.